ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UK ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇമിഗ്രേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് UK വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ILR 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റുമെന്ന് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം റീഫോം പാർട്ടി നേതാവായിട്ടുള്ള നൈജൽ ഫറാജി ILR എന്ന് പറഞ്ഞ സമ്പ്രദായമേ എടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷബാന മുഹമ്മദ് UK ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ILR UK 10 വർഷം തന്നെ ആക്കിയേക്കാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് അതിനെ തോന്നുകയാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. നേരെ നമുക്ക് വീഡിയോ എടുക്കാം. UK പരിപാടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ UK ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് UK ILR വീണ്ടും 10 വർഷമാക്കിയേക്കാം എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് തന്നെയാണ് ഈ ഒരു അവരുടെ അഭിപ്രായം പങ്കുവെച്ചത്, അല്ലെങ്കിൽ 10 വർഷമാക്കിയേക്കാം എന്ന് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം റീഫോം പാർട്ടി നേതാവായിട്ടുള്ള UK ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് വർത്തിക്കുന്നു. അതായത് UK യഥാർത്ഥ പ്രതിപക്ഷം എന്ന് കൺസർവേറ്റീവ് പാർട്ടിയാണ്, പക്ഷേ പ്രതിപക്ഷം എന്ന രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വർത്തിക്കുന്നത് റീഫോം പാർട്ടിയും അതിലെ നേതാവായിട്ട് നൈജൽ ഫറാജിയുമാണ്. അപ്പോൾ നൈജൽ ഫറാജി പറഞ്ഞിരിക്കുന്നതും അവർ അധികാരത്തിൽ വരിക 2029 ഇലക്ഷനിൽ റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ ILR എന്നുള്ള സമ്പ്രദായം ഉണ്ടാവില്ല, എടുത്തു കളയും, UK കാർക്ക് വേണ്ടി മാത്രം ആയിട്ട് നിജപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് കുറച്ച് നയങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് UK ഇനി ILR 10 വർഷമാക്കിയേക്കാം എന്നവർ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ UK 5 വർഷമായാലും 10 വർഷമായാലും താഴെ പറയുന്ന കുറച്ച് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കൂടി ഒത്തുവരികയാണെങ്കിൽ മാത്രമേ ILR ലഭിക്കുകയുള്ളൂ എന്നും അവർ പറഞ്ഞു. അതായത് 10 വർഷമാക്കിയേക്കാം എന്നാണ് പറഞ്ഞത്, 10 വർഷമാക്കുമെന്ന് പറഞ്ഞില്ല. ഈ 10 വർഷമാക്കുന്നത് എപ്പോഴാണ്, എപ്പോൾ തൊട്ടാണ് കുറിച്ചൊന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മെയിൽ നടക്കുന്ന ചർച്ചയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾ വരും എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഈ ILR ഇനി 10 വർഷമാക്കുകയാണെങ്കിലും 5 വർഷമാക്കുകയാണെങ്കിലും കുറച്ച് നിബന്ധനകളാണ് ഷബാന മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. ഈ നിബന്ധനകളെല്ലാം ഓക്കെ ആയ ആൾക്കാർ മാത്രമേ ഇനി ILR കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ILRനെ കുറിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞ കാര്യം ഇതാണ്: ILR എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരുടെ അവകാശമല്ല, അല്ലേ? UK വന്ന ശേഷം ഞാൻ 5 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി എനിക്ക് ILR തരൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ILR ലഭിക്കില്ല. ILR എന്ന് പറഞ്ഞാൽ ആർജിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അത് ഒരിക്കലും അവകാശമല്ല, അത് ഗവൺമെൻറ് നൽകുന്ന ഔദാര്യമാണ്. അതല്ലെങ്കിൽ തന്നെ നമ്മളത് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് ആദ്യമായി ഗവൺമെൻറ് പറയുന്ന കഴിഞ്ഞ ദിവസം ഷബാന മുഹമ്മദ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞ എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. UK ജീവിക്കണമെങ്കിൽ, സുരക്ഷിതമായ രീതിയിൽ UK ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് നിലവാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പല രീതിയിലുണ്ട്. IELTS, OET, അതേപോലെ തന്നെ B1, B2, അങ്ങനെ പല രീതിയിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ അളവെടുത്ത് കഴിഞ്ഞാൽ ഇത് നിലവാരം പറയുകയാണെങ്കിൽ. അപ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. B1 ആണോ A ആണോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഇതുവരെ നിലവിലുണ്ടായിരുന്ന പോലെ അത്രയ്ക്ക് എളുപ്പത്തിൽ ILR കിട്ടില്ല എന്ന് ചുരുക്കം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ റെക്കോർഡ് നോക്കുമ്പോൾ ഒരിക്കലും ക്രിമിനൽ റെക്കോർഡ് യാതൊരു രീതിയിലും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് UK ജീവിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ UK വരുന്നതിന് മുൻപുള്ള നിങ്ങൾ ഇന്ത്യയിലെ റെക്കോർഡുകളും അവർ പരിശോധിക്കും. നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യ മാത്രം, നിങ്ങൾ ഏത് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം നിങ്ങൾ ക്രിമിനൽ റെക്കോർഡ് പരിശോധിച്ച് വ്യക്തമായി നല്ല രീതിയിലുള്ള ധാരണ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ILR ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും പാസ്പോർട്ട് ചിലപ്പോൾ മലേഷ്യയിലോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലോ ദുബായിലൊക്കെ പോയ പോലെയൊക്കെ റെക്കോർഡ്സൊക്കെ ഉണ്ടാവാം. അവിടെയെല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങൾ ക്ലിയർ ആണ് എന്ന ധാരണ ഗവൺമെൻറ്റിന് തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് ILR ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, വോളണ്ടിയർ ആയിട്ട് UK സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ്. അതായത് അത് ചിലപ്പോൾ വ്യക്തമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങൾ പങ്കെടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ UK ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പല വീഡിയോസും ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വസ്ത്രങ്ങളാവട്ടെ, ഷൂ ആവട്ടെ എന്ന് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവനാർത്ഥം അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മുടെ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്ത് അവരത് വീണ്ടും വിൽക്കുന്നു. അത് ചെറിയ റേറ്റിൽ അത് വീണ്ടും അത് വിൽക്കുമ്പോൾ ആ എമൗണ്ട് ചാരിറ്റി സംഘങ്ങൾക്ക് സൗജന്യം എന്താ പറയുക ചെന്ന് ചേരുന്നു. അപ്പോൾ ഇതേപോലെ ചാരിറ്റികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഷോപ്പുകളിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ചാരിറ്റി സേവനങ്ങൾക്ക് നമ്മുടെ ഈ കാലയളവിൽ നിന്നിരിക്കണം എന്ന് നിർബന്ധമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാരിറ്റിക്കായിട്ട് നമ്മൾ സന്നദ്ധ സംഘടനകൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ പെറ്റ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒരു രാജ്യമാണ്. ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ UK കിഡ്സിനേക്കാളും പെറ്റ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെറ്റ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള
പല സന്നദ്ധ സംഘടനകളും ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട്, പൂച്ചകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോഗ്സിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആരെതിരൊക്കെ നമ്മൾ സാലറിയിൽ നിന്ന് ചെറിയൊരു ശതമാനം എമൗണ്ട് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സമ്മാനം നൽകുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഈ പറഞ്ഞ ILR ലഭിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ടാണ് കണക്കാക്കുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ബെനിഫിറ്റ്സ് ഉപയോഗിക്കരുത്. ഗവൺമെൻറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിക്കരുത്. ഞാൻ അത് മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ട് ഒരുപാട് പബ്ലിക് ഫണ്ട്സാണ്, ബെനിഫിറ്റ്സ് ആണ് UK ഗവൺമെൻറ് പൗരന്മാർക്ക് വേണ്ടി നൽകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നൽകും. നമ്മുടെ കുട്ടികൾ ചൈൽഡ് കെയർ ബെനിഫിറ്റ് നൽകും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഗർഭിണികളാണെങ്കിൽ അത്, അങ്ങനെ പല ബെനിഫിറ്റ്സ് UK ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഈ ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിനിയോഗിക്കരുത് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ILR ലഭിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, നിങ്ങൾ നാഷണൽ ഇൻഷുറൻസിന് സംഭാവന നൽകിയിരിക്കണം. എന്താണ് ഈ നാഷണൽ ഇൻഷുറൻസ്? NI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ UK ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു NI കിട്ടും കേട്ടോ. UK എൻ്റർ ആവുന്ന ആൾക്കാർക്ക് NI ഉണ്ടാവും, നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ സാലറിയിൽ നിന്നും ഇത്ര ശതമാനം എമൗണ്ട് നമ്മൾ NIയിലോട്ട് പോകും. അതെന്താണ്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ടാക്സ്. അപ്പോൾ ഈ നാഷണൽ ഇൻഷുറൻസ് നൽകാത്ത ആർക്കും ഇനി ILR ഉണ്ടാവില്ല. അപ്പോൾ ഈ നാഷണൽ ഇൻഷുറൻസ് നൽകാത്ത ആൾക്കാർ ആരൊക്കെയാണ്? UK വന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് വന്ന് ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ നാഷണൽ ഇൻഷുറൻസ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലല്ലോ, ഒബ്വിയസ്ലി പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തരക്കാർക്കൊന്നും ഇനി ILR ലഭിക്കില്ല. അതായത് UK അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാത്ത, നിങ്ങൾ സംഭാവന ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ILR ലഭിക്കുന്ന യോഗ്യരല്ല എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനർത്ഥം UK ഒരുപാട് പേര് ജോലി ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഈ ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ILR ലഭിക്കില്ല. ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യാതെ ഇപ്പോൾ നാട്ടിലെ ബിസിനസ്സൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും ഭാവിയിൽ 5 വർഷം കഴിഞ്ഞാൽ ILR ലഭിക്കില്ല, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ILR ലഭിക്കില്ല എന്നുള്ളതാണ്. ഈ നയം കൃത്യമായ നിയന്ത്രണങ്ങളും കൂടുതൽ സാമൂഹ്യ സംഭാവനയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഷബാന മുഹമ്മദ് പറയുന്നത്. അതായത് കൂടുതൽ UK പൗരന്മാർക്ക് UKക്ക് വേണ്ടി കൂടുതൽ ബെനിഫിറ്റ്സ്, അതല്ലെങ്കിൽ UK ഗവൺമെൻറ്റിന് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സംഭാവന നൽകുന്ന ആൾക്കാർക്ക് മാത്രമേ ILR ലഭിക്കുകയുള്ളൂ എന്ന നയം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ UK ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുമ്പോൾ ഇതേപോലെ 5 വർഷമോ ILR 10 വർഷം ആവട്ടെ, പറഞ്ഞ പോലെ തന്നെ ILR 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആക്കുമെന്ന് ലേബർ പാർട്ടി പറയുന്നു. ILR എന്നുള്ള സംഭവം എടുത്തു കളയുമെന്നും റീഫോം പാർട്ടി പറയുന്നു. ഇങ്ങനെയൊക്കെ കടിപിടികൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പൊളിറ്റിക്സിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 വർഷം 10 വർഷം ആവട്ടെ, ഈ പറയുന്ന രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ILR ലഭിക്കുകയുള്ളൂ. അതൊരിക്കലും ഒരു അവകാശമല്ല, അത് ഗവൺമെൻറ് ഒരു ഔദാര്യമാണെന്നുള്ള കൂടി ചേർത്ത് വായിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ, സീ യു.